മധ്യപ്രദേശിലെ സത്നയിലാണ് സംഭവിച്ചത്. ഒരു ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച 6 കുട്ടികൾക്കാണ് HIV പോസിറ്റീവായതും അവർ എയ്ഡ്സ് രോഗാണു അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതും. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലഡ് ബാങ്കുകളൊന്നും തീരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മധ്യപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും എസ്കെൻ, ഈ കാര്യങ്ങളിലേക്ക് അടക്കം വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ 6 കുട്ടികൾക്കാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 6 കുട്ടികളിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് HIV ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളിൽ നിന്നാണോ ഈ കുട്ടിക്ക് HIV എത്തിയതെന്നുൾപ്പെടെ ഈ HIV രോഗാണു എത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് അടക്കം വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കുട്ടികൾ തലസീമിയ രോഗബാധിതരായിരുന്നു. തുടർന്ന് ഏതാണ്ട് 4 മാസക്കാലം ഇവർ ഈ ആശുപത്രിയിലേക്ക് എത്തി രക്തം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിധേനയാണ് ഇവർക്ക് ഈ HIV ബാധിതരായത് ഈ കുട്ടികളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനമായി ഉയർന്നിരിക്കുന്ന ആരോപണം കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഈ രക്തം നൽകുന്നതും ഈ രക്തം സ്വീകരിക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കളടക്കം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളിലേക്കടക്കം വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം കൂടി വേണമെന്ന് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആശുപത്രിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ ഇതിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം, ഈ ആശുപത്രി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ അസുഖം ബാധിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. വിനീത വി ജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.